ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് സമയം 1 മണിയോടടുക്കാറായി. നമ്മൾ ചോറ് വെച്ച് വാർത്ത് വെച്ച നമ്മൾ കറിയൊന്നും വെച്ചില്ല എന്നുള്ളതാണ്. ഇന്ന് പണിക്കാരുണ്ടാവുന്നുള്ളപ്പോൾ ഉണ്ണേട്ടം ഇളവനും പരിപ്പ് പിന്നെ ഇവിടെ ഉള്ള ഇളവനും തക്കാളി അങ്ങനെ കണ്ട പയറ് അങ്ങനെ കണ്ടതൊക്കെ കൊണ്ടുവന്ന്. അപ്പം ഇന്ന് പണിക്കാരില്ല. അപ്പം ഇന്ന് നമ്മൾ പച്ചക്കറി വെക്കുന്നത് ശരിയാണോ? അപ്പം നമ്മൾ പച്ചക്കറി വെച്ചാൽ അവിടെ കേട്ടൊക്കും ഗൈസ്, പിന്നെ ആരും കഴിക്കില്ല. അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നറിയാം, ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ണേട്ടൻ കുറച്ച് ദിവസമായി 4-5 ദിവസമായി കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ ഒരു പണിയിലേക്ക് പോകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ എന്റെ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കല്ലേ, ഹാപ്പി ആയിട്ടിരിക്കല്ലേ, സന്തോഷമായിട്ടിരിക്കല്ലേ? ചുറ്റുപത്രം തുറക്കാൻ സമയമല്ലോ, 1:30 നമുക്ക് തുറക്കാം. എന്തെല്ലാം ഉണ്ടാവും ഇപ്പൊ അതില്? ചിലപ്പോ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, മുട്ട വറുത്ത എന്തായാലും അമ്മമാര് വെക്കും. കാരണം വെച്ചാൽ അവർക്ക് രാവിലെ തന്നെ മീൻ കിട്ടില്ല. അപ്പൊ ഒരു മുട്ട 1-2 അങ്ങോട്ട് പൊരിച്ച് അങ്ങോട്ട് വെക്കും. എൻ്റെ മക്കളെ വയറ്റില്ല അതെങ്കിലും ആവട്ടെ വെച്ചിട്ട്. കുട്ടികളാണെങ്കിൽ അത് ഹാപ്പി ആയിട്ട് തന്നു. ചിലർക്ക് മുട്ട പൊരിച്ച ഇഷ്ടമുണ്ടാവില്ല. മുട്ട പൊരിച്ച എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും, പുഴുങ്ങിയതാണ് ഇഷ്ടക്കേട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പം ഞാൻ പോരെ, ഇതൊന്നും അങ്ങോട്ട് വെച്ചാൽ നമ്മുടെ തേങ്ങാമുറി ഞാൻ ഫ്രിഡ്ജിൽ എടുത്തിട്ട് ഡൈനിങ് ഹാളിൽ വെച്ച് അത് എടുക്കാൻ മറന്നുപോയി. ഇനി നമ്മൾ ഉണ്ണിയേട്ടൻ കൊണ്ടുവന്ന സംഭവം എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആരോ നായ്ക്കളാരോ പോയിണ്ടാവും. അപ്പോഴേക്ക് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇതാണ് ഉണ്ണിയേട്ടൻ കൊണ്ടുവന്ന സാധനം. നിങ്ങൾക്ക് അറിയോ ഇതെന്താ സംഭവം എന്ന്? അറിയുന്നൊരു കമന്റ് ചെയ്തോളൂ. ഇതാണ് മാസ് മരണമാസം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ അല്ല, അത് കഴിക്കുന്ന മാസം കേട്ടോ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് പിന്നെ വലിയ മീന് വെട്ടി ഉണക്കുന്ന ഉപ്പൊന്നും ഉണ്ടാവില്ല. ഉണക്കി ഒരു വർഷത്തെ ഉണക്കുണ്ടാവും. അങ്ങനെയാണ് എന്റെ അറിവ് കേട്ടോ. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണ്ടി ഇത്രയാ പറയണതെന്ന് വിചാരിക്കേണ്ട. ബോട്ടിന്റെ മുകളിൽ ഒരു കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി ഇങ്ങനെ പപ്പടവടയാവും. ഇനി ഇത് മുറിക്കാൻ എൻ്റെ കുട്ടികളെ കുറച്ച് തെല്ല് പാടുന്നതല്ല. ഈ ഉത്സവം അടുപ്പിക്കുമ്പോഴാണ് ഉണ്ണിയേട്ടൻ എങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ദേഷ്യം പിടിച്ചത് കളയണോ, ഇത് കളയാനും പറ്റൂല, വീട്ടിലാണോ മീനൊന്നും വെക്കൂല. അങ്ങനെ അത് കെട്ടി ബന്ധൂസാക്കി പാത്രത്തിലാക്കി പിന്നെ റക്കിൻ്റെ പൊള്ളക്ക് ഇടും. ഞാൻ കളയാൻ പറ്റൂലല്ലോ, അതൊക്കെ നല്ല വിലപ്പെട്ട സാധനമാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിന്റെ ചമ്മന്തിയാണ്. അപ്പൊ ഇത് നമുക്ക് ഇത് മതിയാവും കേട്ടോ, തന്നെ കൂടുതലാണ്. ഇത് നമ്മൾ അമ്മീമേൽ കൊണ്ടുപോയിട്ട് മുട്ടിമേൽ വെച്ചിട്ട് കൊത്തി ഇങ്ങനെ കൊത്തിയല്ലോ. അയ്യോ, തലത് വട്ടിയിലേക്ക് എന്റെ വെള്ളം വെച്ചിട്ടാണ് ഒറ്റ പൊട്ടി പോയല്ലോ. ഇതിന്റെ പിന്നെ ഉള്ളു കണ്ടില്ല തിളങ്ങണ്, വെള്ളാരങ്കല്ല് പോലെ. വെള്ളാരങ്കല്ലല്ലേ, ഇങ്ങനത്തെ കല്ലും ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടുന്ന് ചെറുതാക്കണം, അല്ലാണ്ട് ഉണ്ടാവില്ല. അപ്പൊ അമ്മീമേൽ വെച്ച് കുത്തി ചതച്ച് കൊണ്ടുവരാം കേട്ടാ. ഞാൻ വിചാരിച്ചെന്താ തക്കാളി വാട്ട, ചമ്മന്തി പൊടിക്കുക എന്നൊക്കെ. തക്കാളി വറ്റിയത് അവിടെ ചമ്മന്തി ഉണ്ടാവുക, പിന്നെ എന്തിനു നമുക്ക് തക്കാളി അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ മാസമൊക്കെ ഞാൻ പൊട്ടിച്ച് മാസാക്കി. പക്ഷെ നമ്മൾ മാസ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു സംശയം. കാരണം വെച്ചാൽ നമ്മളെ മാസം എന്ന് പറഞ്ഞാൽ കൂടത്തിട്ടാലും കുത്തിപ്പൊട്ടിച്ചാലും ഒന്നും പൊട്ടൂല. ഒരു കഷ്ണം കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കിറക്കളി. ഇനി ഒരു കഷ്ണം എടുത്ത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ഒരൊറ്റ വെട്ട് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ അമ്മീമ്മ കൊണ്ടുപോയിട്ട് കടലാസൊക്കെ വെച്ച് കവറിൽ വെച്ചിട്ട് ഞാൻ വലിയ അമ്മിക്കുട്ടി ഒരു കുത്തിന് ചതഞ്ഞ്. അപ്പൊ 3 കുത്ത് 4 കുത്ത് എത്തുമ്പത്തിന് അത് ഏകദേശം ലെവലായി. അപ്പൊ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ട് ഒരു പീസല്ല കേട്ടോ, ഞാൻ 2 പീസ് എടുത്ത്. ഇതിന് നല്ല വലിയ കഷ്ണം നോക്കി പൊരിച്ചതാണ് അവിടെ ഇട്ടേക്കണം. അപ്പൊ നമ്മൾ കഴുകി ഉരുട്ടി വെച്ചതാണ്. നമുക്ക് നമ്മളെ ചീനച്ചട്ടി ഗ്യാസിലിട്ട് തരയാം കേട്ടോ. അപ്പൊ നമ്മൾ ഗ്യാസ് കത്തിച്ചു. നമ്മളിന്ന് ചമ്മന്തിയും പിന്നെ ഒഴിച്ചുകറി വേണോ? ഒഴിച്ചുകറി വേണം വെച്ചാൽ രസം ഉണ്ടാക്കണോ? മാറ്റി രസം ഉണ്ണിയേട്ടന് ഇഷ്ടമല്ല, അമ്മായിക്ക് ഇഷ്ടമാണ്, പിന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല, മോനും ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഇതൊക്കെ മതിയാവും. അപ്പം അമ്മായി ഇന്ന് നേരെ വൈകിണ്ട് കേട്ടോ. ഞാൻ ചെടീൻ്റെ ഇട്ട് പോയത്. ഇനി ചെടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ചെടിക്കൊന്ന് മാറ്റി നടാനും അങ്ങനെ ഓരോന്നും ഞങ്ങൾ ഉത്സവമാകുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്യും. ഉത്സവത്തിന് കുറച്ച് മുമ്പേ അത് സ്റ്റാർട്ട് ചെയ്യും.
പിന്നെ പുല്ലൊക്കെ ഇവിടെ മഴയത്ത് മുളച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് ചെയ്യും. പിന്നെ ഞാൻ അവിടെ ഇട്ടേക്കും, ഞാൻ മൈൻഡ് ചെയ്യാൻ ഇട്ടേക്കും. നമ്മൾ തുറന്നേച്ച് വന്ന് കുറേ ഒക്കെ പണിയില്ലെങ്കിൽ ഇവിടെ വന്ന് പൊരിക്കും കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമ്മൾ മാസം അതിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇത് ചായ ഇരിക്കുന്നതല്ല കേട്ടോ, ഇത് കുട്ടികൾക്ക് ചോറൊക്കെ വെച്ചിരുന്ന ഇരിക്കുന്ന സമയത്ത് നമ്മളിതാ അത് മുരിയട്ടെ, വേണം മുരിയട്ടെ. ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിടുന്നേണ്ട, ഉപ്പിട്ട് ഇതൊന്ന് മൊരിയട്ടെ. എന്നിട്ട് നമുക്ക് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവുമ്പം മുണ്ടുപോയി. അപ്പം ഞാൻ അതൊക്കെ കഷ്ണിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടിൽ തേങ്ങ ഇട്ട് കൊടുക്കണം. ഇത് മിക്സിയിലൊന്നും പൊടിയില്ല, പക്ഷെ ഇത് പൊടി കിട്ടോ. ഇതൊന്ന് മുരിഞ്ഞാൽ പൊടി. ഇനി നമുക്കിതിലേക്ക് പിന്നീട് നമ്മൾ മുട്ട അവിടെ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാലൻസിൻ്റെ മോന് ചിക്കൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ ദിവസത്തിൽ ചിക്കൻ തന്നു. അപ്പം എന്തായാലും ചിക്കൻ കൊണ്ടുവരും. ചിക്കൻ തീർന്നേരം വിളിച്ചറിഞ്ഞാൽ കൊണ്ടുവന്നു. അപ്പം വൈകുന്നേരം ചിക്കനാണ്. ഇത് നമുക്ക് പൊരിക്കുകയാണ്. അതിലേക്ക് ഉള്ളി അങ്ങോട്ട് തരിക. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. എല്ലാ വീട്ടമ്മമാരും ദേവിയാണ് കേട്ടോ. ഐശ്വര്യമുള്ള അമ്മമാരായിരിക്കും നമ്മളെ വീട്ടമ്മമാര് ചിലവർക്ക് വേറെ ഉണ്ടാവില്ല. എല്ലാവരും നമ്മളെ വീട്ടമ്മമാരാവാനല്ലേ. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ കല്യാണം കഴിച്ച് അയ്യോ പിന്നെ ഒരു ഒറ്റയ്ക്കായി, പിന്നെ ഒരു വേറെ വീട്ടിട്ട് പോയി ഒറ്റയ്ക്കായി, ഒരു വീട്ടമ്മമാരായി. മാസം ഇങ്ങനെ പൊരിഞ്ഞും കൊണ്ട് വെച്ചാൽ അപ്പോഴേക്ക് ഞാൻ ഈ മുട്ടയൊക്കെ ഒന്ന് അടിച്ച് വെക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ലെങ്ത് ആവണ്ട, എൻ്റെ കുട്ടികളൊക്കെ ചോറ് കഴിച്ചോളൂ കേട്ടോ. സമയമായിണ്ടാവും. നമ്മളെ മാസം മൊരിഞ്ഞ് ലെവലായിട്ട് നമുക്ക് ഇച്ചിരി മുളകും പൊടി ഇട്ട് കൊടുത്താൽ അതങ്ങോട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ. മുളകും പൊടി ഇപ്പം തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്താളാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു. അങ്ങനെ തേങ്ങ നമുക്ക് ഇതിലിട്ട് വറുക്കാം. അങ്ങനെ നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളിയും ഒരു ചുള്ളി കഷ്ണം ഇഞ്ചിട്ടോ, അത് കുഞ്ഞ് കഷ്ണം, ഒറ്റ പച്ചമുളക് കിട്ടാം. നമ്മൾ ഉണ്ണിയേട്ടന് എരിവൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പം നമ്മൾ ഉണ്ണിയേട്ടന് ഇഷ്ടമുള്ള പോലെ നമ്മൾ വെക്കാം. നല്ല മണം കാണും. മൂക്കിലേക്ക് ചങ്കിലേക്കൊക്കെ കയറുന്നുണ്ട് കേട്ടോ. നല്ല സുന്ദരമാണ് നമ്മളെ ചമ്മന്തി കേട്ടോ. മണം കേട്ടന്നെ നമുക്ക് ഈ മണത്തന്നെ കേട്ടല്ല, മണത്തന്നെ നമുക്ക് ചോറ് വയ്ക്കാം. നമ്മൾ കുറേ നേരമായിട്ട് അത് വറുത്ത് പൊരിഞ്ഞ് തേങ്ങയൊക്കെ നല്ല മുരുമുരാ ആയിട്ടോ. ഒക്കെ നേരം സമയം എടുത്തുണ്ട്. നമ്മളെ തക്കാളി രസമാവുന്നു. ഇനി നമുക്ക് ചമ്മന്തിൻ്റെ അട്ടയ്ക്ക് 2 ഉണക്കമുളക് ചുടാട്ടോ. അത് ഇതിൽ വറുത്താൽ മതി. എനിക്ക് വിട്ടു വരാം, മറന്നു വരാം. അപ്പം നമ്മൾ രസത്തിലേക്ക് ഉണക്കമുളക് വറക്കണ്ടേന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ വെച്ചാൽ ഇതിലേക്ക് ചുട്ട് ചേർക്കാം. അപ്പം നമ്മൾ രസം അവിടെ ആയിട്ടോ ഓഫാക്കി ഗ്യാസിലാക്കി. അപ്പം നമുക്ക് ഈ ഉണക്കമുളക് പെട്ടെന്ന് ഗ്യാസിൻ്റെ മുകളിൽ ചുട്ടെടുക്കാം. ഞാൻ ഉണക്കമുളക് ചുടാട്ടോ. ചുട്ടരച്ച് ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മൂന്തി ചന്തയിലെത്തി ചില്ലന മാറ്റി പൊന്നുവിലേക്ക് വസൂലാക്കി കൺമണിക്ക് ചേല വാങ്ങി കൺമഷി ചാന്തു വാങ്ങി. ഇതൊക്കെ ഞാൻ പാടി തിമിർത്തതാണ്. ഇനി നമ്മളെ രസത്തിന് വേണ്ടി അരച്ച ഇതാണ്. അതിലേക്ക് നമ്മളെ ചുറ്റമുളക് ഇട്ട് കൊടുക്കാം. 2 എണ്ണം ഇട്ടിട്ടോളം നമ്മൾ മുളക് ചേർത്തതാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഇടാം. എന്നിട്ട് പൊടിച്ചിട്ടില്ലാതെ ഇത്ര ഉണ്ട് കേട്ടോ. നമുക്ക് പൊടിച്ചിട്ട് കാണാം. നമ്മളെ ചമ്മന്തി റെഡി. സൂപ്പർ ചമ്മന്തി ആയിരിക്കും. നമ്മളെ ഉണ്ണേട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ. മാസം ചമ്മന്തിയാണെന്ന് പറഞ്ഞാൽ മാസമായിരിക്കും. ഇപ്പം മുട്ട പൊരിച്ചത് മീൻ വാങ്ങേണ്ട കഴിച്ചിലായല്ലോ. അപ്പം നമുക്കിനി 4 പപ്പടം പൊരിച്ചാളാം. പപ്പടം ഇനി പൊരിക്കേണ്ടെന്ന് വിചാരിക്കുകയായിരുന്നു ഞാൻ. ഏതായാലും മുട്ട വറക്കണ്ടല്ലോ.
അപ്പോൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പൊരിച്ചിട്ട് കാണാം. ചമ്മന്തിൻ്റെ വറവിൻ്റെ മണം കൊണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് വരെ ചുമയൊക്കെ വന്ന്. ഇപ്പൊ തന്നെ പോണ് വീതി ചൂട് പറ്റിയിട്ടാണോന്നറിയില്ല, ക്യാമറയ്ക്ക് എന്തോ ഒരു മങ്ങൽ. പപ്പടം വേണോ സാത്രക്ക്? അപ്പൊ നമുക്ക് പപ്പടം, മുട്ട അരിച്ചത് എന്നിട്ടാ വന്നല്ലോ. എന്നിട്ടാ ചെറുന്ന പിന്നെന്താണ് മാസമ്മല് വെള്ളത്തില് ഇങ്ങനെ മാസം ഒരൊറ്റ പൊളി. പഴക്കൊന്നുമില്ലാത്ത അന്നേന്ന്. ചൂടുള്ള വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്ത് അറിയോ, ഒരൊറ്റ കൊത്ത അങ്ങോട്ട് കൊത്തി വന്നിട്ടും എന്താണ് അവിടെ പൊട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അമ്മിക്കുട്ടിമ കൊണ്ടുപോയി ഒരൊറ്റ ചതക്കലിന് ചതച്ച് പിന്നെ ഞാൻ നല്ല അങ്ങോട്ട് കഴുകി പുതർത്തി ഊറ്റി വെച്ച് എന്നിട്ട് പപ്പടം കാച്ചി മുട്ട പൊരിച്ച് മാസിന്റെ ചമ്മന്തിയും കൂട്ടി എൻ്റെ മക്കൾക്കും എനിക്കും ആ പുളി കൂട്ടിയില്ല കേട്ടോ. ഇതില് പുളി കൂട്ടണ്ടല്ലോ. ഉപ്പ് പോരാ? ഉപ്പ് ഇട്ടില്ല. ഉപ്പിട്ടുന്നു. ഉപ്പ് ഇത്തിരി കുറവാണോ? നമുക്ക് ഉപ്പൊന്നിലും പറ്റില്ല, അതുകൊണ്ട് ഇട്ടിരിട്ടാ. മാസ് പൊരിഞ്ഞ് മാസായി. അപ്പൊ എല്ലാവർക്കും എൻ്റെ മാസവും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ചോറും കൂട്ടിട്ട് വന്നോളൂ. എനിക്ക് തന്നെ ഇപ്പൊ തന്നെ മതിയാവുണ്ട്. രസം കൊണ്ടാണ് കേട്ടോ. നല്ല രസം കേട്ടോ. അപ്പം ഞങ്ങളെ വീഡിയോ നിർത്തിട്ടാ. ഉണക്കച്ചമ്മന്തി ചെമ്മീൻ പൊടിൻ്റെ ഒരു ടേസ്റ്റ്. ചെമ്മീൻ പൊടി ചമ്മന്തി വെച്ചല്ല. ഇത് ഉണ്ണാണ് കൊണ്ടിട്ട് പൊരിച്ചില്ല. അപ്പോൾ ഉണ്ണാണ് കൊണ്ടിട്ട് പൊരിച്ചിട്ടോ.